ഹായ് കൂട്ടുകാരെ, ഇത് നിങ്ങളുടെ സ്വന്തം ജാസിർ ബിൻ ജലീൽ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ആലപ്പുഴ ജിംഖാന കണ്ട് ആ പടത്തിൻ്റെ റിവ്യൂ പറഞ്ഞാൽ കൊള്ളാം എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ ഒരു റിവ്യൂ ചെയ്യുന്നത്. പക്ഷെ സത്യം പറഞ്ഞാൽ പടത്തിൻ്റെ റിവ്യൂ പറയുന്നതിന് മുമ്പേ അതിൻ്റെ എഡിറ്റർ നമ്മുടെ നിഷാദ് യൂസുഫ് മരിച്ചുപോയി. പുള്ളിക്കാരനെ ഒന്നും ഓർമ്മിക്കാതെ, പുള്ളിക്കാരനൊന്നും സ്മരിക്കാതെ സത്യം പറഞ്ഞാൽ തിയേറ്ററിൽ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല. മലയാള സിനിമയിൽ നമ്മൾ അതുവരെ കണ്ട് വന്നിട്ടുള്ള ഒരു ചിത്ര സംയോജന രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഗതി തല്ലുമാലയിലൂടെ നമുക്ക് കാണിച്ചു തന്നൊരു മനുഷ്യനാണ് നിഷാദ് ഖാൻ എന്ന് പറയുന്നത്. പുള്ളിക്കാരൻ്റെ വേർപാട്, അദ്ദേഹത്തിൻ്റെ വേർപാട് മലയാള സിനിമയെ സംബന്ധിച്ച്, മലയാളത്തിലെ സിനിമാ ആസ്വാദകരെ സംബന്ധിച്ചും വലിയ വലിയ നഷ്ടമാണ്. അപ്പോൾ ഇത് മാത്രമല്ല, ലൈക്ക് ഇപ്പോൾ ബസൂക്കായാലും വരാൻ പോകുന്ന ലാലേട്ടൻ്റെ തുടരും, അതൊക്കെ സെയിം നിഷാദ് യൂസുഫ് തന്നെയാണ് ഇതിൻ്റെയൊക്കെ എഡിറ്റർ എന്ന് പറയുന്നത്. സിനിമയിലേക്ക് വരുന്ന സമയത്ത്, ആലപ്പുഴ ജിംഖാനയിലേക്ക് വരുന്ന സമയത്ത് പടം ഓവറോൾ കൊള്ളാം. തിയേറ്ററിൽ നമ്മളെ മടുപ്പില്ലാതെ നമ്മളെ കൊണ്ടുപോകുന്നൊരു സിനിമ തന്നെയാണ് ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്നത്. എടുത്തു പറയാനുള്ളൊരു പോരായ്മകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു പടമാണ്. ഈ അശ്വന്ത് കോക്ക് പറഞ്ഞതുപോലെ ഫസ്റ്റ് ഹാഫ് ആവുന്നത് സത്യം പറഞ്ഞാൽ നമുക്ക് ചില സിനിമകൾ കാണുമ്പോൾ ഉണ്ടാവും ഈ പടം തീരല്ലേ എന്നുള്ളൊരു വല്ലാത്തൊരാഗ്രഹമാണ്. പക്ഷേ ഓഫ്കോഴ്സ് 2 മണിക്കൂർ 20 മിനിറ്റ് സത്യം പറഞ്ഞാൽ പോയത് മനസ്സിലാക്കില്ല. പക്ഷെ സിംഗിൾ വാച്ച് ആട്ടോ, ഒറ്റ പ്രാവശ്യം കാണാനുള്ള സാധനമേ ഉള്ളൂ. തല്ലുമാല സംബന്ധിച്ച് ഞാനൊക്കെ തല്ലുമാല ഫാനാണ്. സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിൽ പെട്ട ഒരാളാണ് ഖാലിദ് റഹ്മാൻ എന്ന് പറയുന്നത്. അത് ഒരുപക്ഷെ തല്ലുമാല കണ്ടിട്ടല്ല, തല്ലുമാലക്ക് മുന്നേ ഉണ്ടാന്നുള്ള സിനിമ ഞാൻ വിചാരിച്ചത് അത്യാവശ്യം പ്രായമുള്ള ഏതൊക്കെയോ ഡയറക്ടറൊക്കെ ചെയ്ത പടമാണ്. പക്ഷെങ്കിൽ ഇങ്ങനൊരു മനുഷ്യനാണ് ഇത് ചെയ്ത് അറിഞ്ഞപ്പോൾ തൊട്ട്, കാരണം അപ്പൊ ഇയാളടുത്ത് എന്തുണ്ട്, സാധനം ഉണ്ട് നമുക്ക് മനസ്സിലായി. അവിടെ നിന്ന് ഇങ്ങോട്ട് തല്ലുമാല എന്നുള്ളൊരു സിനിമ വന്ന സമയത്ത് സത്യം പറഞ്ഞാൽ അതുവരെ നമ്മൾ കണ്ടിട്ടുള്ള സിനിമകൾ, അതായത് ഇടിപ്പടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു സാധനം പുള്ളിക്കാരൻ കൊണ്ടെത്തുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ തിയേറ്ററിൽ നിന്ന് കണ്ട പടം അതാണ്. ഞാൻ 3 പ്രാവശ്യം തല്ലുമാല തിയേറ്ററിൽ നിന്ന് കണ്ടിട്ടുണ്ട്. ഏകദേശം സത്യം പറഞ്ഞാൽ ഖാലിദ് റഹ്മാന്റെ പടമായതുകൊണ്ടും ലുക്മാൻ ഉള്ളതുകൊണ്ടും ഞാൻ സീരിയസ്ലി എടുത്തു കണ്ടത് ഞാൻ ലുക്മാന്റെ ഡൈഹാർഡ് ഫാനാണ്, ലുക്മാൻ അവറാന്റെ. ഈ ലുക്മാൻ ഉള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ, ജംഷി ബാക്ക്. പക്ഷേ ആ ഒരു ടൈപ്പ് ഓഫ് സാധനം ഖാലിദ് റഹ്മാൻ ഇതിൽ തന്നിട്ടുണ്ട്. അതായത് അതുവരെ ലുക്മാൻ വെറുതെ കൊണ്ടുപോയിട്ട് ഈ പടത്തിന്റെ അവസാനത്തിൽ ലുക്മാന്റെ ഒരു സാധനം ഉണ്ട്, എൻ്റെ പൊന്നോ കൊടുത്ത പൈസ അവിടെ വെറുത്താന്നുള്ള സാധനം തന്നെയാണ്. അപ്പോൾ പിന്നെ ബോക്സിംഗ് ആണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചതെന്ന് വെച്ചാൽ ഓഫ്കോഴ്സ് ക്യാമറാമാൻ ജിംഷിക്ക് ആയതുകൊണ്ട് മുപ്പതായ പരിപാടികളും കാര്യങ്ങളും ഉണ്ടാവും. മാത്രമല്ല ഈ ഒരു ബോക്സിംഗ് ആണല്ലോ, അപ്പോൾ കുറച്ചുകൂടെ നല്ല കണത്തിലുള്ള കിൻഡലടി ആ ഒരു ടൈപ്പ് ഓഫ് പരിപാടി ആയിരിക്കും എന്ന് വിചാരിച്ചത്. പക്ഷേ ഈ ഫൈറ്റ് സീക്വൻസ് ഒന്നും തല്ലുമാലയുടെ അടുത്തുപോലും വെക്കാനില്ല കേട്ടോ. തല്ലുമാലയുടെ കമ്പയർ ചെയ്യാൻ പറ്റൂല എന്നുള്ള മാത്രമല്ല, അടുത്തുപോലും വെക്കാനില്ല ഈ ഫൈറ്റ് കൊറിയോഗ്രാഫി എന്ന് പറയുന്ന സാധനം. പിന്നെ വേറൊന്നുണ്ട്, അത് ഓൾറെഡി ഖാലിദ് റഹ്മാൻ പറഞ്ഞത്, ഇതൊരു അമച്വർ, അത് +2 കഴിഞ്ഞ് സീറ്റിന് വേണ്ടിയിട്ട് ഇത് ജസ്റ്റ് കിട്ടാൻ വേണ്ടി. അപ്പോൾ ആ ഒരു ടൂർണമെന്റ് നോക്കിയാലും അവിടെ എന്തുണ്ട്, അമച്വർ ബോക്സിംഗ് എന്നുള്ള സാധനം സ്പെഷ്യലി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതൊരു പ്രൊഫഷണൽ ബോക്സേഴ്സ് എന്നുള്ള രീതിയിലൊന്നും കാണേണ്ട ആവശ്യമില്ല. പക്ഷെ ഓവറോൾ പടം നല്ല രീതിക്ക് കൊണ്ടുപോയി എത്തിച്ചിട്ടുണ്ട്. ലൈക്ക് ഒരാളെ മടുപ്പിക്കാത്ത രീതിയിൽ ഒരു പ്രേക്ഷകനെ കണ്ടിറങ്ങാൻ പറ്റുന്ന ഒരു ഡീസൻറ്റ് ഫിലിം തിയേറ്ററിൽ നിന്ന് തന്നെ വാച്ച് ചെയ്യണം. കാരണം ആ റിങ്ങിലെ സാധനവും പിന്നെ അതുപോലെ തന്നെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ തിയേറ്ററിൽ നിന്ന് തന്നെ കാണണം. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ സിനിമകൾ നിങ്ങൾ മാക്സിമം തിയേറ്ററിൽ നിന്ന് തന്നെ കാണാൻ ശ്രമിക്കണം. അല്ലാണ്ട് ഇത് ഫോണിൽ വരാൻ, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒന്നും സിനിമ ഫോണിൽ വരാൻ കാത്തിട്ട് കാര്യമില്ല. പക്ഷെ എടുത്തു പറഞ്ഞ ചില ഈ ഇവൻ്റെ നമ്മുടെ ആ മുടികൾ ചെയ്ത പയ്യൻ്റെ പേര് എനിക്കറിയില്ല, ചെങ്ങായിൻ്റെ ഫൈറ്റ് സീക്വൻസ് സത്യം പറഞ്ഞ രോമാഞ്ചിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങേയറ്റത് രോമാഞ്ചിഫിക്കേഷൻ എന്നൊരു ഫൈറ്റാണ്. അപ്പൊ അതൊക്കെ ആ ടൈമൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഇതിങ്ങനെ കണ്ട് ആസ്വദിച്ചു പോകുന്നുണ്ട്.
ഇതിലെടുത്ത് പറയേണ്ട ആള്, ഞാൻ മനഃപൂർവ്വം വൈകിച്ചതല്ല, ഇതിന്റെ മെയിൻ സ്റ്റാർ എന്ന് പറയുന്നത് ഖാലിദ് റഹ്മാൻ വിശേഷിപ്പിച്ചതുപോലെ നെസ്ലിൻ തന്നെയാണ്. നെസ്ലിൻ ഈ പടത്തിൽ ചെയ്തത് വേറെ ആളും ചെയ്യൂല. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ നെസ്ലിനാണ് ഈ പടത്തിലെ സ്റ്റാർ ക്യാരക്ടർ. പക്ഷെ ഈ നെസ്ലിൻ എന്ന് പറയുന്നത് ഒരു ഫൈറ്റ് പോലും ജയിക്കുന്നില്ല, മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനത്തെ ഒരു ഫൈറ്റും, ഒരു ഇടിപ്പടത്തിൽ ഇടി കൊള്ളുന്ന ആളായിട്ട് ആ നായകൻ ഇത്രയും ചെറിയ ടൈമിൽ അതങ്ങനെ ചെയ്യുക, അങ്ങനത്തെ റോളൊക്കെ ചെയ്യാന്ന് പറയുന്നത് നെസ്ലിന്റെ ഒരു ഗുഡ് സൈഡ് തന്നെയാണ്. ഇപ്പോൾ ഇന്നലെ കണ്ടു നെസ്ലിന് ഏതൊരുത്തന്റെ ഷോൾഡറിൽ നിന്ന് കൈ തെറിപ്പിച്ചതിനൊക്കെ ഭയങ്കര വിവാദമൊക്കെ ഉണ്ടാക്കി നടക്കുന്ന ചില മമ്മൂച്ച ഫാൻസ്. അത് ഞാൻ മമ്മൂക്ക ഫാൻസ് എന്ന് വെറുതെ പറഞ്ഞിട്ട്, മമ്മൂക്കന്റെ ഫാൻസ് തന്നെയാണ് ഈ ഒരു വിഷയം ഇത്ര വളകറാക്കിയിട്ട് കാണിക്കുന്നത്. അത് വന്ന പോസ്റ്റുകളിലുള്ള കമന്റ്സ് നോക്കിയിട്ടും ഈ പോസ്റ്റ് ചെയ്ത പേജ് നോക്കിയിട്ടും അവന്റെ മുൻകാല പോസ്റ്റുകളും ഈ കമന്റ് ഇട്ട ആളുകൾ, മെജോറിറ്റി കമന്റ് ഇട്ട ആളുകളുടെ മുൻകാല പോസ്റ്റുകളും കമന്റുകളും ഒക്കെ നോക്കിയിട്ടാണ് എന്താക്കിയത് ഇത് മമ്മൂക്ക ഫാൻസിന്റെ പരിപാടിയാണെന്ന് പറയാനുള്ള കാരണം. പിന്നെ ഇതിനിടയിൽ കൂടെ കുറച്ച് ഈ നെസ്ലിൻ എന്ന് പറയുന്ന പേരിനോട് പ്രശ്നമുള്ള കുറച്ച് ആൾക്കാരെ, അത് സത്യം പറഞ്ഞാല് കുറേ കാലങ്ങൾക്ക് മുന്നേ ഏതോ ഒരു ബംഗാളി കേരള സാർ 100% ലിറ്ററസി സാർ എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് അവരെ ഭയങ്കര അങ്ങനെയാക്കും ഇങ്ങനെയാക്കും. ധ്യാൻ ശ്രീനിവാസനൊക്കെ അവൻ ഇവിടെ ഇറങ്ങി അവന്റെ കാലൊക്കെ കൊത്തും, അങ്ങനെ തലമണ്ട അടിച്ചു പൊളിക്കും. സത്യം പറയാലോ, അയാള് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. കാരണം ഇത്രയും ലിറ്ററേസി ഉള്ള കേരളത്തിലാണ് FFC എന്താ പറയുക, അങ്ങനത്തെ ലൈഫ് ആൻഡ് ഫൈറ്റ് ക്ലബ്ബ് എന്നൊക്കെ പറഞ്ഞ സാധനം അതുപോലത്തെ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് കായും പൂവും മയ്യും തയ്യും ഒക്കെ കൂട്ടിക്കൂടിയുള്ള തെറി അഭിഷേകം, തെറിപ്പാട്ടുകളും ഈ നടിമാരെ ഫോട്ടോ മറ്റും മറിച്ചൊക്കെ അടിച്ചു കയറ്റി വിട്ടതും. അതുപോലെ തന്നെ അതൊക്കെ പോയിട്ട് നേരെ മറിച്ച് ഇൻസ്റ്റാഗ്രാമിൽ പബ്ലിക്കായിട്ട്, ഫേക്ക് അക്കൗണ്ട് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, പബ്ലിക്കായിട്ട് പൂ മാ കൈ ഒക്കെ ഇടുന്ന ആരാണ്? ബംഗാളിയല്ല, 100% 100% ലിറ്ററസി ഉള്ള മല്ലൂസ് തന്നെയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണ്ട, ആ ബംഗാളി പറഞ്ഞത് അത്ര നിസാരാക്കി വിടണ്ട, അതിലൊക്കെ നല്ല അർത്ഥമാണ്. കാരണം ഇത്രയും കൾച്ചർ ഇല്ലാത്ത ഒരുപാട് ഐറ്റങ്ങളാ ഇന്നിപ്പോ നെസ്ലിന്റെ കമന്റ് ബോക്സ് ആയാലും നോർമലി വരുന്ന പോസ്റ്റുകൾക്ക് വരുന്ന കമന്റ്സ് ഒക്കെ ആയാലും ഭയങ്കര മോശം. ഭയങ്കര മോശം. ഒരു 10ാം ക്ലാസ് വരെ പഠിച്ചിട്ട് കിട്ടിയ ഒരു സംസ്കാരത്തിന്റെ ഒരു 10ൽ1 പോലും അവിടെ കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വിഷമം. അപ്പൊ നമ്മള് ഈ ഒരു സിനിമ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണാം. നല്ല സിനിമയാണ്. തിയേറ്ററിൽ നിന്ന് കണ്ടിറങ്ങേണ്ട ഒരു വളരെ നല്ല സിനിമ. കൂട്ടുകാരായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ പോകാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സിനിമയാണ്. ഇതിന്റെ സ്കോറിംഗ് എന്ന് പറയുന്നത് വിഷ്ണു വിജയ് അതായത് ഈ പടത്തിന് ആപ്റ്റായിട്ടുള്ള സ്കോറിങ്, പാട്ട് സീനൊക്കെ ആയാലും ഒക്കെ നല്ല രീതിക്ക് നമുക്ക് ആസ്വദിച്ച് അതുകൊണ്ടല്ല ആ തിയേറ്ററിൽ നിന്ന് ഇതിലെ ഹ്യൂമർ എന്നൊക്കെ പറയുന്നത് അത് ഭയങ്കര, ഈ ഖാലിദ് റഹ്മാന്റെ പടത്തിലെ ഹ്യൂമർ എന്ന് പറയുന്നത് നമുക്ക് ഒരു തമാശ പോലും പാളിപ്പോവില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. തല്ലുമാളിലൊക്കെ ചിരിച്ച് അങ്ങനെയല്ലോ, ആ ഒരു സെയിം സാധനം നമുക്ക് ഇവിടെയും പരിപാടി നമുക്ക് വർക്കായിട്ടുണ്ട്. നല്ല ഹ്യൂമറാണ്. ഇനിയും നല്ല സിനിമകൾ ഖാലിദ് ഖാന്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ നെഗറ്റീവ് ഒരു നല്ല വളർന്നു വരുന്ന ഒരാളെ ഇടിച്ചു താഴ്ത്താൻ വേണ്ടിയിട്ട് ഓരോ മീംസും ഇങ്ങനത്തെ ഓരോ വിവാദ വീഡിയോകളും കൊണ്ടിറങ്ങുന്ന എല്ലാ മലരുകൾക്കും ഒരു നടുവിരൽ നമസ്കാരത്തോടുകൂടെ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഗൈസ്. ടാറ്റ ബൈ ബൈ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ വീഡിയോ അത് ഇടയ്ക്കിടയ്ക്ക് വന്നു കൊടുക്കുമ്പോൾ കാണണമെങ്കിൽ ബെൽ ബട്ടൺ അമർത്തുക. പിന്നെന്താ, ബാക്കിയെല്ലാം പറഞ്ഞ പോലെ ഓക്കെ. ഒരിക്കൽ കൂടെ കേരളത്തിലെ 100% ലിറ്ററസിയുള്ള കമന്റോളികൾക്കും നെഗറ്റീവ് പോസ്റ്റോളികൾക്കും വീണ്ടും 1000 നടുവിരൽ നമസ്കാരത്തോടു കൂടെ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ശരി എന്നാ.